എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീദേവി ഫുഡൊക്കെ ആയിട്ട് കടയിലേക്ക് ചെല്ലുന്നേ. പിന്നീട് ബാലൻ ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഫുഡൊക്കെ ആയിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ. ശ്രീദേവി ആരാ മോള്? ശ്രീദേവി ബാലനെ കയ്യിലെടുക്കാണ്ട് പറഞ്ഞു, അത് പിന്നെ ബാലച്ചനും വേല് കൊണ്ട് വരണ്ടേ, അതൊക്കെ ഓർത്തിട്ടാ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നേന്നൊക്കെ പറയാം. പിന്നീട് ബാലൻ ഓർത്തു, തന്റെ മരുമോള് എന്തൊരു പാവം പെങ്കൊച്ച, ഓ ഇങ്ങനത്തെ ഒരു മരുമോളെ കിട്ടിയത് തന്റെ കുടുംബത്തിന് ഭാഗ്യാന്നൊക്കെ. അങ്ങനെ ശ്രീദേവി പോയി കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടനോട് പറഞ്ഞു, രാമേട്ട എങ്ങനെയുണ്ട് എന്റെ മരുമോളെന്ന് ചോദിക്കാം. കൊള്ളാം, സൂപ്പറാന്ന് പറയണ. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതെ ബാക്കിയുള്ളവര് നല്ലവര് തന്നെയാ. അവിടെ മീനാക്ഷി ആണെങ്കിലും മിത്രയാണെങ്കിലും അവർക്ക് എന്താ കുഴപ്പം അളിയാന്ന് ചോദിക്കാം. കുഴപ്പമൊന്നും ഇല്ലടാ, പക്ഷേങ്കില് ഈ ശ്രീദേവി ഇടപെടുന്ന പോലെയാണോ അവര്? ഓരോരുത്തർക്കും അവരുടേതായ ഇതില്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, പിന്നെ ശ്രീദേവി എല്ലാരും ഒരേപോലെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ പറയണം. പിന്നെ ശ്രീദേവി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അടുക്കള ജോലി ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കൊണ്ടു തരുന്നുണ്ട്. പക്ഷെങ്കിൽ മീനാക്ഷി അപ്പൊ ജോലിക്ക് പോകുന്നില്ലേ, മിത്ര പഠിക്കാനും പോകുന്നില്ലേ, അപ്പൊ അവർക്ക് സമയമില്ലല്ലോ, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. ബാലൻ പറഞ്ഞു, എന്നാലും ഇതാ പറഞ്ഞ ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധം കൊണ്ടുവരണം എന്ന് പറഞ്ഞ്, അല്ലാതെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ ഇങ്ങനെ ആകത്തില്ല. നമ്മള് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നാൽ ഇങ്ങനെയാ എന്നൊക്കെ പറയണം. രാമേട്ടൻ പറഞ്ഞു, ആ പറഞ്ഞ് ശരിയാന്ന് പറയണം. കറിയൊക്കെ ആള് നല്ല സൂപ്പറാ, നല്ല രുചിയുണ്ടെന്ന് പറയണം. ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞാൽ ഗോമതിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, ഓ അതിപ്പോ അടിയൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാല് ഇത്രയും കാലം ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചല്ലേ, അന്നൊക്കെ അളിയന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡ്. ഇഷ്ടക്കുറവൊന്നും ഇല്ലടാ ഇപ്പം. പിന്നെന്താ, അല്ല ശ്രീദേവി ഉണ്ടാക്കുന്ന കറികളൊക്കെ നല്ലതാന്ന് ഞാൻ കൂടെ പറഞ്ഞ. ചേച്ചി ഇത് കേൾക്കണ്ടെന്ന് പറയാണ്. പിന്നീട് മിത്ര കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് മിത്ര ചെറിയ സംശയങ്ങളൊക്കെ ശ്രീദേവിയോട് ചോദിക്കുകയാണ്. ശ്രീദേവി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണം? കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. വലിയ ജാടയ്ക്ക് പറഞ്ഞു, തമിഴ് MA ലിറ്ററേച്ചർ ആണെന്നൊക്കെ വീട്ടുകാരും ഒക്കെ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അവസാനം ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞാല് ശ്രീദേവിക്ക് തന്നെ പാരയായിട്ട് വരുവാണ്. ശ്രീദേവി നെട്ടോട്ട ഓടുവാണ്. എന്റെ ദൈവമേ, ഇന്നത്തെ ആദ്യ ദിവസം തന്നെ തന്നോട് ഡൗട്ടൊക്കെ ചോദിച്ചു. ഇന്ന് താനും ഒരേ കള്ളത്തരം പറഞ്ഞു ഒഴിഞ്ഞു മാറി. പക്ഷേങ്കില് നാളെത്തഞ്ഞും അത് പറ്റില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടക്കിയേ മതിയുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്തിട്ട് തല ആകെപ്പാടെ പെരുത്ത് കയറുക. ഇനി അങ്ങോട്ടേക്ക് ചെല്ലാനും പറ്റില്ല. അങ്ങനെ ശ്രീദേവി മുറി വന്നിരുന്ന് കഴിഞ്ഞിട്ട് ശ്രീകലനെ വിളിക്കുകയാണ്. ശ്രീകലനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒറ്റയെടുത്ത് എല്ലാത്തിനും കാരണം, അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കാം. നീ എന്താ അടിമോളെ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്താ പറയണേ? പിന്നെ അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പോലും. അമ്മ എന്ത് പരിപാടിയാ കാണിച്ചേ? അമ്മ എന്നോട് ചെയ്ത വലിയ ചതിയില്ലേന്ന് ചോദിക്കും. എന്ത് ചതി? അമ്മ എന്തിനാ അവര് പെണ്ണ് കാണാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ MA ലിറ്ററേച്ചർ ആന്ന് പറഞ്ഞേ? അത് പിന്നെ ഞാനങ്ങോട്ട് പറഞ്ഞു നോർത്തോണ്ട്, എന്റെ അമ്മേ ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ആ മിത്ര, ഇപ്പൊ എന്നോട് പറഞ്ഞു കൊടുക്കാൻ പറയാ, ഒരു കൊച്ചിന് പോയം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് അതിന് വല്ലതും അറിയാവോന്ന് ചോദിക്കണം. എടി മോളെ, അതിപ്പോ അവിടെ എന്തെങ്കിലും ട്യൂഷനും പരിപാടിയൊക്കെ തുടങ്ങിയോ? എനിക്കറിയത്തില്ല. ആ മിത്രയ്ക്കാണെങ്കിൽ ട്യൂഷൻ എടുക്കണമെന്നോ പൈസ വേണമെന്നോ ഭർത്താവിനെ സഹായിക്കണമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടെന്ന് പറയാം. ഓഹോ, അപ്പൊ നിന്നെ ട്യൂഷൻ എടുക്കാനാണോ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടേന്ന് ചോദിക്കാം. അതൊന്നും അറിയത്തില്ല. അമ്മ വേണമെങ്കിൽ ആനന്ദനെ വിളിച്ചു ചോദിക്കാം, എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. അമ്മ കാരണം ഞാനാ പെട്ടുപോയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം. എന്തിന്? അല്ല എന്റെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കില്ലേ, പിന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കില്ലേ, പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കാം. പിന്നെ അമ്മയുടെ ബുദ്ധി കാരണം ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം മിത്ര എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഇന്നൊരു ദിവസം ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ നാളെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടി, എന്തേലും ഒരു ഐഡിയ ഉണ്ടോ നീ പ്രയോഗിക്കുക. ആ ട്യൂഷൻ മുടക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്ക്. ട്യൂഷൻ മുടക്കാൻ എനിക്ക് എന്ത് ഐഡിയ അമ്മ ഇരിക്കുന്നേ? പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇതുവരെയായിട്ടും ബാലച്ചനോട് പറഞ്ഞില്ല ട്യൂഷൻ എടുക്കുന്ന കാര്യം. പറഞ്ഞിട്ടില്ലേ? ഹോ, ഇതൊക്കെ ആദ്യമേ നീ പറയണ്ടേ മോളേന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യാൻ, നീ ബാലനോട് പറ, ഇവിടെ ട്യൂഷൻ എടുക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാന്ന് പറ. അയ്യോ, അതെങ്ങനെ ശരിയാവും? മോളെ, ട്യൂഷനൊക്കെ എടുക്കുന്ന എന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വല്ല നാണക്കിടക്കാന്ന് പറ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഒരു പക്ഷേങ്കിൽ ബാലനോട് പറയുവാണെങ്കിൽ ബാലനെ നീ പറയുന്ന അനുസരിക്കും. ട്യൂഷൻ എടുക്കാൻ സമ്മതിക്കത്തൊന്നുമില്ല. നീ അങ്ങനെ ഒന്ന് എറിഞ്ഞു നോക്കാൻ പറയണം. പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ടമ്മേ. എന്താ? ഇതെങ്ങാനും മിത്രയോ അമ്മ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം ബാലൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. നീ ബാലനോട് രഹസ്യമായിട്ട് പോയി പറഞ്ഞാൽ മതി, എന്റെ വീട്ടുകാർക്ക് നാണക്കേടാന്നൊക്കെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കൊള്ളാം, പക്ഷെ അത് വർക്ക് ആണ്ടേന്ന് ചോദിക്കണം. എടി, നിന്നെ കൊണ്ടാണോ കഴിവില്ലാത്ത? ഒന്നുമല്ലെങ്കിലും നീ എന്റെ മോളല്ലേന്ന് ചോദിക്കണം. നോക്കട്ടെ എന്നൊക്കെ പറയണം. പിന്നീട്
ശ്രീകല ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തിന് ഉദയഭാനു അങ്ങോട്ടേക്ക് വന്നു. എന്താ ശ്രീകല എന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, കെട്ടിച്ചു വിടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്ക് അവിടെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ പെടാപ്പാട് തന്നെയാന്ന് പറയണം. വേറെ 2 മരുമക്കളും കൂടെ ഉണ്ടല്ലോ, അവൾമാര് കാരണം നമ്മുടെ മോൾക്ക് അവിടെ ഒരു പൊറുതിയില്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ട് വന്ന ശ്രീവിധി ചോദിച്ചു, അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ? ഓ, നമ്മള് വലിയ പഠിത്തമൊക്കെ ആണെന്നും പറഞ്ഞ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലേ അവിടെ ചെന്നീ പാടെ അമ്മ ഇത്ര ട്യൂഷൻ എടുക്കുന്നു, അപ്പൊ അവളോടും കൂടെ ട്യൂഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. നല്ല കഥയെ ചേച്ചി പറഞ്ഞു കൊടുത്തത് തന്നെയാ. ചേച്ചിക്ക് നേരാമണ്ണ ഇംഗ്ലീഷ് വായിക്കാൻ പോലും അറിയത്തില്ല, പിന്നെയാണ് ചേച്ചി ട്യൂഷന് പറഞ്ഞു കൊടുക്കണേ. അതാ ഞാൻ പറഞ്ഞേ മോള് പെട്ടുപോയെന്ന്. എടി അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാനൊരു ബുദ്ധി ഉപദേശം കൊടുത്തിട്ടുണ്ട്, ആ ബാലനെ ഒന്ന് കയ്യിലെടുക്കാനായിട്ട്. നമ്മുടെ മോളല്ലേ, അപ്പൊ പിന്നെ കയ്യിലെടുക്കുന്ന കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തല്ലേ വിട്ടേക്കണമെന്ന് ചോദിക്കും. ഇതല്ലാട്ട പുതിയമാനം ഇവിടെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു, പിന്നല്ലാതെ. ഇത്രയൊക്കെ കള്ളത്തരം കാണിച്ച് അവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിടാമെങ്കിലാണോ ഈ നിസ്സാര കാര്യത്തിനൊരു മാർഗം കണ്ടെത്താൻ പറ്റാത്തെ? പക്ഷെ അവളുടെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, എല്ലാം ചീറ്റി പോവാന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീവിധി പറഞ്ഞു, അങ്ങനെയാണ് ചേച്ചി നാളെ വീട്ടിൽ കാണുമെന്ന് പറയാം. നിന്റെ കരുനാക്ക് ഒളിച്ചൊന്നും മിണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ആ ശ്രീവിധിയോട്. ആ സമയം ശ്രീവിധി പറഞ്ഞു, ഞാനൊന്നും പറയണില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കയറിപ്പോയി കഴിയുമ്പോഴത്തേനും ഉദയഭാനുവിനോട് ശ്രീകല പറഞ്ഞു, ഇനിയിപ്പോൾ ഇവൾക്കൂടെ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വന്നാൽ മതിയായിരുന്നു പറയാണ്. ഇത് കേട്ടതും ഉദയഭാനു പറഞ്ഞു, എടി അതേ കള്ളത്തരങ്ങളൊക്കെ വെച്ച് നടത്താൻ പറ്റുന്ന കാര്യമാണോ? പിന്നല്ലാതെ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഒരു മോളുടെ കല്യാണം നടത്തിയില്ലേ, ഇനി അടുത്തവളുടെ കൂടെ നടത്തണമെങ്കിൽ ഇങ്ങനെ വല്ല കള്ളത്തരം കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി ഇട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഉദയഭാനു പറഞ്ഞതേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അല്ലേ തന്നെ കടക്കാരെ തട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. തലവെട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ കടം കൊടുക്കാനുള്ള ആൾക്കാർ ചോദിച്ചോണ്ട് വരിക. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് മടുത്ത മനുഷ്യന് ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. മിക്കവാറും വാടക പോലും പെൻഡിങ്ങാ. വാടക കൊടുക്കാത്തോണ്ട് ഈ വീട് ഒഴിയേണ്ട വന്നാല് ഇനിയിപ്പം ബാലന്റെ ആ ഗോമതിയൊക്കെ മുന്നിൽ എങ്ങനെ പിടിച്ചു വയ്ക്കുമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഈ പറയുന്ന ആനന്ദും നമ്മുടെ മോളും ഒക്കെ ഇങ്ങോട്ട് വരാത്ത നന്നായി, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളാ ചുറ്റി പോണേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകല പറഞ്ഞു, അത് നല്ല, പിന്നെ നമ്മുടെ മോളായതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൾ ഇവനെ അതിന്റെ രീതിക്ക് അങ്ങ് നിന്നോളൂ എന്നൊക്കെ പറയാണ്. ആ സമയം ട്രെയിനിങ്ങിന് പോയ ആകാശ് എന്ത് ചെയ്യണം, മീനാക്ഷിനെ ട്രെയിനിങ്ങിനാക്കിയിട്ട് ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി ചെയ്യുവാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മാർക്കറ്റിൽ കൂടെ പോയി സാധനങ്ങളുടെ വിലവരം തിരക്കാനും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ കൊടുക്കാനും എല്ലാം. ആകാശാണ് ശരിക്കും അടുത്തു. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയി. പക്ഷേ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് മീനാക്ഷി ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. അപ്പം മീനാക്ഷിനെ പുറത്തു കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് മീനാക്ഷി വന്ന് പാവം കാത്തിരിക്കുക. ഒന്നാമത്തെ കാര്യം തലോസം ഉറക്കക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആകാശിന്റെ കൂടെ ഒന്ന് ചുറ്റി അടിക്കാലോ, അതൊരു സന്തോഷകര കാര്യമല്ലേ. പോരാത്തന്നെ വീട്ടിൽ നിന്ന് മാറിയിരുന്നു. ഇതുവരെയായിട്ട് ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പം കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആകാശ് വന്നില്ല. മീനാക്ഷിക്ക് ആപ്പാടെ വിഷമായി. വൈകുന്നേരത്തേനും നേരത്തെ വന്നേക്കാന്ന് പറഞ്ഞാൽ വിളിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, അതെ എന്റെ കഴിഞ്ഞില്ല, ഞാൻ ഇപ്പൊ തന്നെ വരാന്നൊക്കെ പറയാണ്. മീനാക്ഷിക്ക് ശരിക്കും സങ്കടം വന്നു ആകാശിന്റെ കാര്യത്തില്. കാരണം ഇങ്ങനെ വന്നിട്ട് പോലും അച്ഛന് ഒരിളവ് കൊടുത്തില്ലോ, അല്ലെങ്കിൽ സന്തോഷകരമായി ഇരിക്കേണ്ട സമയത്താണ് ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് പോലും സമാധാനം കൊടുക്കുന്നില്ലോ എന്ന് ഓർത്തിട്ട് മീനാക്ഷിക്ക് വിഷമം വരുന്നുണ്ട്. പക്ഷെ മീനാക്ഷി കൂടുതലൊന്നും പറയാൻ പോയില്ല. പാവ ആകാശ് എന്നിട്ട് കടതോരം ഇറങ്ങി നടക്കുവാണ്, കയറി ഇറങ്ങി നടക്കുവാണ്. പിന്നീട് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനും ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനി എപ്പോൾ പുറത്ത് പോകാനായിട്ടാ, ഇത്ര സമയമൊക്കെ ആയി, മീനുവിന് താൻ കൊണ്ടുപോകാന്ന് പറഞ്ഞുകയും ചെയ്താ. അങ്ങനെ ആകെപ്പാടെ വിഷമിച്ചാണ് വരുന്നത്. ആ സമയം മീനാക്ഷി ആണെങ്കിലോ ഇരുന്ന് മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിനെ വിളിക്കുകയാണ്. ഗോമതിനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ട്യൂഷന്റെ കാര്യങ്ങളൊക്കെ മിത്ര പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അതെ ചെലവുണ്ട് എന്ന് പറയണം. ചെലവുണ്ട്, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇതുവരെയായിട്ടും അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയണം. ഗോമതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞതേ, അങ്കിളിനോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അങ്കിള് കുഴപ്പമൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയണം. മീനാക്ഷി പറഞ്ഞ് കണ്ടറിയണം, അച്ഛന്റെ കാര്യമല്ലേ എന്നൊക്കെ പറയണം. പിന്നീട് ചോദിച്ചു, ആകാശ് എന്തെന്ന് ചോദിച്ചു. പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറയണേ. വന്നിട്ടില്ലേ എന്നും ഗോമതി ചോദിക്കുവാണ്. എന്ത് ചെയ്യാനാ, അച്ഛൻ ചില കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, എടി നീ എന്തിനാടി അവനോട് പോകാൻ പറഞ്ഞേ? ബാലേട്ടനോട് എന്തെങ്കിലും കള്ളത്തരം പറയാൻ പറഞ്ഞാൽ പോരായിരുന്നോ? നിനക്ക് അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന സമയം അടിച്ചു പൊളിക്കാൻ മേലാന്ന് ചോദിക്കും. പിന്നെ അമ്മയുടെ കെട്ടിയാനല്ലേ, അമ്മ തന്നെ പോയി പറ, ഞങ്ങള് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, ഞാൻ പറഞ്ഞ ബാലേട്ടൻ അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ പറഞ്ഞാലാണോ അനുസരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് വിശേഷങ്ങളൊക്കെ പറയുന്നോട് ചോദിച്ചു, അല്ല എന്തിയെ ശ്രീദേവി അടുത്ത് എന്തിയെന്ന് ചോദിക്കുകയാണ് മീനാക്ഷി. അപ്പറയും കണ്ടുണ്ടെന്ന് പറയണേ. എന്നിട്ടോ ഒന്നും പറയണ്ട, ഇവിടെ ആകെപ്പാടെ നല്ല സുഖമാന്ന് പറയണേ. ഈ ഗോമതിയുടെ ഈ സംസാരം കിട്ടി ഞാൻ മീനാക്ഷിക്ക് തോന്നി എന്തോ കാര്യമുണ്ടെന്ന്. പിന്നീട് മിത്രയോട് ചെന്ത പറ്റി മിത്രയെന്ന് ചോദിക്കണം.
ഇവിടെ ഉച്ചയ്ക്ക് ചോറൊക്കെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കൊടുക്കുകയെന്ന് പറയണേ. പൊതിഞ്ഞു കെട്ടിയോ? അതെ, അച്ഛനും രാമേട്ടനും എന്താ ഇളയച്ചനും എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ടേ കൊടുക്കുകയെന്ന് പറയണേ. അതെന്തിനാ അങ്ങനെ? അതൊക്കെ പുതിയ സിസ്റ്റമാണ്. പുതിയ മരുമോള് വന്ന് ഇപ്പൊ പുതിയ രീതിയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണേന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചിരിക്കുക. ഗോമതി നീ ചിരിക്കുവൊന്നും വേണ്ടാന്ന് പറയണ. മീനാക്ഷി പറഞ്ഞു, എനിക്ക് ആ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ അമ്മേ, ഞാനും കൂടെ അവിടെ വേണ്ടായിരുന്നു. അന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, നിനക്ക് ചിരി, ഇവിടെ മനുഷ്യനാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുവാന്ന് പറയണം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.